ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോ അഫ്ഗാനിസ്ഥാനിലെയും താലിബാന്റെയും പ്രശ്നം എടുത്താൽ അവിടെ വന്നതും ഇസ്ലാമിസ്റ്റുകളാണ്, പോയതും ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പോ ഇസ്ലാമിക രാജ്യത്തെ ഭയന്ന്, ഇസ്ലാമിക ഭരണത്തെ ഭയന്ന്, മുസ്ലിങ്ങളെ ഭയന്ന് ഖുർആനും കൈ പിടിച്ചുകൊണ്ട് ഓടുന്ന മുസ്ലിങ്ങളെ തന്നെയാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്. അപ്പോ ഇസ്ലാമിക ഭരണം വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം വിശ്വാസി സമൂഹം ഇന്ന് ഈ കേരളക്കരയിലുണ്ട്, ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. അവർ അതിന്റെ അലയൊലികൾ ഉയർത്തുന്നത് എല്ലാവർക്കും കാണാൻ കഴിയില്ല, എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല. ഇന്ന് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിച്ചുകൊണ്ട് അവരുടെ ഈ മതഭീകരവാദത്തെ വളർത്തുന്ന തരാതരം അവരെ പ്രോത്സാഹിപ്പിച്ച് പ്രീണിപ്പിച്ച് ആ മതം വലിയ ചക്കരയാണ് എന്ന് പൊതുവെ പറയുമ്പോഴും അവർക്കറിയാം ഇതിന്റെ സത്യം എന്താണ്. പക്ഷേ ഞങ്ങൾക്കത് പബ്ലിക്കിനോട് പറയാൻ സാധിക്കാത്തത് ഈ മതം സമാധാന മതമായതുകൊണ്ടും ഈ മതത്തിന്റെ വക്താക്കൾ സമാധാനത്തിന്റെ വക്താക്കളായതുകൊണ്ടും തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഈ മതേതര നാട്ടില് നമുക്ക് മനസ്സിലായ ഒരു സത്യം പോലും തുറന്നു പറയാൻ സ്വാതന്ത്ര്യം നമുക്കില്ല. അത് തന്നെയാണ് നമ്മുടെ പാല പിതാവിന്റെ വിഷയത്തിലൊക്കെ സംഭവിച്ചത്. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം ഈ രൂപത്തിൽ വേട്ടയാടപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പേര് ഇതേ യാഥാർത്ഥ്യം തന്നെ ഇതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ തൊടാൻ ഒന്ന് പേടിക്കുമായിരുന്നു. കാരണം അതുപോലെയുള്ള ആൾക്കാരാണത് പറഞ്ഞത്. ഇദ്ദേഹം ആകുമ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ജോസഫ് മാഷെ പോലെ അദ്ദേഹത്തെ വെറുതെ നമുക്ക് ഇനി വിട്ടുതരും. ഇപ്പോ മുസ്ലിങ്ങളെ കയറി ഇദ്ദേഹം ചൊറിഞ്ഞതിന്റെ പേരില് ക്രൈസ്തവ സഭ മുഴുവനും നമ്മുടെ പാല അച്ഛനെതിരായിട്ട് തിരിയും. അങ്ങനെ വന്നാൽ നമുക്ക് കുറച്ചുകൂടി അദ്ദേഹത്തെ വേട്ടയാടാൻ എളുപ്പമായിരിക്കും. ജോസഫ് മാഷിന്റെ വിഷയത്തോടുകൂടി നമ്മളെ ഏതാണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഭയപ്പെട്ടിട്ടുണ്ട്. ആ ഭയത്തിന് കുറച്ചുകൂടി ഒന്ന് ആർജവം കൂട്ടാൻ ഇത് ഉപകരിക്കും എന്നൊക്കെ വിചാരിച്ച ആൾക്കാർക്ക് തെറ്റിപ്പോയി. പിന്നെ പാലാപിതാവിന്റെ പലടിച്ചു കൊഴിക്കണമെന്നും അങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാന്റെ വിഷയം വന്നപ്പോ പല നാടുകളും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറായി. എന്നാൽ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അവിടെയുള്ള മുസ്ലിം ഭരണാധികാരികൾ സ്വവർഗ അതല്ലെങ്കിൽ സ്വജന പക്ഷപാതിത്വം എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ ഉള്ളവരായിരുന്നെങ്കിൽ 5 നേരം സുജൂദ് ചെയ്യുന്ന, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പൊട്ടാസ് പൊട്ടിക്കുന്നത് പോലെ ബോംബ് പൊട്ടിക്കുന്ന, പൊട്ടിത്തകരുന്ന അത്തരം ആൾക്കാരെ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന് ഭയക്കുന്ന, സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, പരലോക മോക്ഷമാണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വിശ്വാസി സമൂഹത്തിന് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത്? ഇപ്പൊ ഫ്രാൻസില് അഭിപ്രായ വ്യത്യാസത്തിന് ക്ലാസ് എടുത്ത സാമുവൽ പാറ്റി എന്ന അധ്യാപകൻ, അദ്ദേഹം മുഹമ്മദ് നബിയുടെ ഒരു കാരിക്കേച്ചർ കാണിച്ചതിന്റെ പേരില്, അതും അദ്ദേഹത്തിൻ്റെതല്ല, അതും നമുക്കറിയുന്നതാണ്, അപ്പം ആ കാർട്ടൂൺ മാസികയുടേതാണ്, അതൊന്ന് കാണിച്ചതിന്റെ പേരില് അദ്ദേഹത്തിന്റെ തല ഛേദിച്ച് ഇറ്റിറ്റു വീഴുന്ന ചോരത്തുള്ളികളുമായി ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആ വിദ്യാർത്ഥിയുടെ മനസ്സ്, അതേ മാനസികാവസ്ഥ തന്നെ നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്കുണ്ട്. അത് പുറത്തറിയണമെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തുവരണം. ഈ അഫ്ഗാനിസ്ഥാന്റെ വിഷയം വന്നപ്പോ നമ്മുടെ ഫ്രാൻസിന്റെ ഭരണാധികാരി മാക്രോൺ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതേ ഓരോ വർഷവും ഇവരുടെ ഒളി അജണ്ടകളാണ് അഭയാർത്ഥികളെ സൃഷ്ടിക്കുക. ഈ അഭയാർത്ഥികൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നുഴഞ്ഞ് കയറി ചെന്ന് അതല്ലെങ്കിൽ സിമ്പതി പിടിച്ചു പറ്റി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ നാടിന്റെ സമാധാനം തകർക്കുകയും അവിടെ ഇവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും.
അതുകൊണ്ട് ഇവരുടെ കണ്ണീര് കണ്ട് ഇനി ഞാൻ അനങ്ങില്ല. ഏതൊക്കെ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഫ്രാൻസിലെ മാക്രോൺ അനങ്ങിയില്ല. കാരണം ഇനി തന്റെ ജനത താൻ എടുക്കുന്ന ഒരു അഭിപ്രായത്തിന്റെ പേരിൽ ഈ രൂപത്തിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഒന്ന്. രണ്ട്, ഇവരെന്താണ് എന്ന് നന്നായി അറിയുന്നത് കൊണ്ട്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ സ്വഭാവം എന്താണ്? ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ അവർ ആ രാജ്യം നശിപ്പിക്കുക മാത്രമല്ല, അവിടത്തെ ആധിപത്യം പിടിച്ചെടുക്കുകയും ആ നാട്ടിൽ അതിഥികളായി വന്ന ഇവർ അധികാരികളായി മാറുകയും അവിടത്തെ അധികാരികൾ അടിമകളായി മാറുകയും ചെയ്യുന്ന സമാന സാഹചര്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട്, ചരിത്രരേഖകളിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ പുറത്തുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഒരിക്കലും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ അഭയാർത്ഥികളെ സ്വീകരിച്ച നാടിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊരു നബിദിനം കാണിച്ചു തരും. കാണാം. ലണ്ടനിലെ ഒരു നബിദിന റാലി നബിദിനത്തിന്റെ റാലിയാണ്. നോക്കിക്കൊണ്ട് പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് പ്രവാചകനെ വാനോളം പുകഴ്ത്തിയും പ്രശംസിച്ചുമൊക്കെയുള്ള പ്രകീർത്തനങ്ങളാണ് അവർ പാരായണം ചെയ്യുന്നത്. എല്ലാ നബിദിനത്തിന്റെ റാലികളിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാടുകളിൽ ഇത് സുലഭമായി നടന്നു വന്നിരുന്നു. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. ജനസമുദ്രം നോക്കിക്കോളൂ. വിദ്യാർത്ഥികളായി ഒരിക്കൽ കയറി വന്നവരാണിവർ. എനിക്കിത് വാട്സപ്പിൽ കിട്ടിയതാണ്. ലണ്ടനിലാണ്, നബിദിന റാലിയാണ്. അപ്പോ ഈ അഭയാർത്ഥികളായി നുഴഞ്ഞു കയറിയിരിക്കുന്ന ആൾക്കാർ ഇന്ന് എത്രയായിരിക്കുന്നു? കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ ലണ്ടൻ എന്തുകൊണ്ട് നമുക്ക് പിടിച്ചടക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് ഇവർ ചിന്തിക്കുകയും അതിനുവേണ്ടി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും. നമുക്കും നാളെ ഇതുപോലെ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. അതിന്റെ മാറ്റൊലികളാണ് ഈ നമുക്ക് ചുറ്റും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ. നന്ദി.